നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇങ്ങനെയൊന്നുമല്ല ഞാൻ കരുതിയത്. യൂറോപ്പിലെ എൻ്റെ കരിയർ മുഴുവനായിട്ട് ബാഴ്സലോണയിൽ കളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നിട്ട് മയാമിയിലേക്ക് പോവുക, അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അത് നടന്നില്ല. വളരെ സ്ട്രേഞ്ച് ഫീലിംഗ് ആയിരുന്നു ബാഴ്സലോണ എന്നെ ഒഴിവാക്കിയ ആ ഒരു നിമിഷത്തിൽ. ലയണൽ മെസ്സി വളരെയധികം സങ്കടത്തോടു കൂടി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാഴ്സ കരിയറിലെ സാഡസ്റ്റ് മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ക്ലബ്ബ് വിട്ടു പോവേണ്ടി വന്ന നിമിഷമാണ് എന്ന്. ഇപ്പോൾ അദ്ദേഹം സ്പോർട്ടിനൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വേദനിപ്പിച്ച നിമിഷം പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ വല്ലാത്തൊരു സ്ട്രേഞ്ച് ഫീലിങ്ങിലായിപ്പോയി ക്ലബ്ബ് വിട്ട ഘട്ടത്തിൽ. അതാണ് എന്നെ വേദനിപ്പിച്ച ഒരു സമയം. കാരണം എന്തൊക്കെയാണ് ആ സമയത്ത് സംഭവിച്ചത്. എൻ്റെ അവസാന മത്സരങ്ങൾ ഞാൻ ആരാധകരില്ലാത്ത ഗ്രൗണ്ടിലാണ് കളിച്ചത്. കാരണം അന്ന് കോവിഡ് സമയമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും അവിടെ ചെലവഴിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്കവിടം വിട്ടു പോരാൻ പറ്റിയില്ല. ഞാൻ ഡിമാൻഡ് ചെയ്ത പോലെ എനിക്കവിടം വിട്ടു പോരാൻ പറ്റിയില്ല. ഞാൻ ഇമാജിൻ ചെയ്തിരുന്നു എൻ്റെ എൻ്റെയർ കരിയർ, യൂറോപ്പിലെ എൻ്റെയർ കരിയർ ബാഴ്സലോണയിൽ കളിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അത് സംഭവിച്ചില്ല. എന്തായാലും ഒടുവിൽ ഞാൻ മയാമിയിലേക്ക് എത്തി. കാരണം അതെൻ്റെ പ്ലാനായിരുന്നു. എനിക്ക് വേണ്ടത് അത് തന്നെയായിരുന്നു. എന്നാലും ബാഴ്സലോണയിൽ നിന്നുള്ള എൻ്റെ ഗുഡ് ബൈ ഉണ്ടല്ലോ, അത് വളരെ സ്ട്രെയിഞ്ചായ ഒന്നായിരുന്നു, വിചിത്രമായ ഒന്നായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ, പിന്നെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച്. പക്ഷേ ആളുകൾക്ക് എന്നോടുള്ള സ്നേഹം, അഫെക്ഷൻ അതുപോലെ തന്നെ നിലനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പിന്നെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വളരെ കൃത്യമാണ്. ആളുകൾക്ക് എന്നോടുള്ള സ്നേഹം നിലനിൽക്കും. ഇതാണിപ്പോൾ ലിയോ മെസ്സി പറയുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നത്, ശരിക്കും താൻ ബാഴ്സലോണയെ മിസ് ചെയ്യുന്നുണ്ട്. ബാഴ്സ ക്ലബിനെ മാത്രമല്ല, ബാഴ്സലോണ നഗരത്തെ താൻ മിസ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ അവിടെ പോയി, അവർക്ക് വീട് മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി താമസിക്കാനാണ് തൻ്റെ കുടുംബത്തിൻ്റെ പ്ലാൻ എന്ന് കൂടി അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.